വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. 32 ഇടങ്ങളിലാണ് ബോംബ് സ്ഫോടനം നടത്താനായിട്ട് ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ പോലീസിന് ഒരു വലിയ വിജയമുണ്ടായി എന്നുള്ള വാർത്തകൾ വന്നു. അതായത് ഈ ഫോർഡ് എക്കോസ്പോർട്ട് വണ്ടി കണ്ടെടുത്തത് ഈ ഉമർ നബിയുടേതാണ്. ഈ ഫോർഡ് എക്കോസ്പോർട്ട് വണ്ടി ഇത് കണ്ടെത്താത്തത് കൊണ്ടുള്ള ഒരു പാനിക് സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട സകല അന്വേഷണവും വളരെ വേഗത്തിൽ നടക്കുന്നു. പാകിസ്ഥാൻ ലിങ്കുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു എന്ന് കഴിഞ്ഞ ചർച്ചയിൽ ബിജുചേട്ടൻ പറഞ്ഞു. പക്ഷേ വിഷയം അതല്ല. നമ്മൾ ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടത്തുന്നതിനിടയിൽ ഒരു ചർച്ച നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് സ്ലീപ്പർ സെല്ലുകളും ഒരുപാട് ആൾക്കാരും, അതായത് ഒരുപാട് ഭീകരവാദികളെ ISI ബംഗ്ലാദേശിൽ നിന്ന് ട്രെയിൻ ചെയ്യിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വിടുന്നുണ്ടെന്ന് പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ രാജ്യത്തെ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ട് അവ ബോംബ് സ്ഫോടനത്തിൽ തകർക്കാനാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. അന്ന് നമ്മൾ ഈ വാർത്ത കൊടുത്തപ്പോഴും പല മാധ്യമങ്ങളും കൊടുത്തു. അപ്പോൾ ഈ ജനങ്ങൾ ചിരിച്ചു. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമോ? അത് അവരുടെ ഒരു സൂപ്പർ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. അത് നരേന്ദ്രമോദിയിലുള്ള ഒരു വിശ്വാസമായിട്ട് ഞാൻ കാണുന്നു. ഇപ്പൊ ഇവിടെ നരേന്ദ്രമോദിയെ കളിയാക്കുന്ന സുഡാപ്പിക്ക് പോലും ഒരു ബോംബ് സ്ഫോടനത്തിന്റെ വാർത്ത വന്നാൽ ഒരു ജോക്കാണ് ഇപ്പോ. കാരണം അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കൂ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ അതൊരു പോസിറ്റീവ് നോട്ടിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. കാരണം മോദിയെ കളിയാക്കുന്നു, ഇത് മോദി ചുമ്മാ പറയുന്നതാണ്, ഇത് മോദിക്ക് ഒരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി പറയുന്നതാണ് എന്നുള്ളൊരു കാര്യം, അങ്ങനെ ഒരു കോൺഫിഡൻസ് സുഡാപ്പിക്ക് പോലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻസിന്റെ പേരിലാണ് അവർ പറയുന്നത്. അതൊരു പോസിറ്റീവ് സാധനമാണ്. അപ്പോൾ ഇവര് അകത്തേക്ക് വന്നിട്ട് ഈ ബോംബ് സ്ഫോടനം നടത്താൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നിട്ട് ഈ ഡൽഹി ബോംബ് സ്ഫോടനം നടന്നപ്പോൾ നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആദ്യത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഉജ്ജയിനി, അയോധ്യ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ സുരക്ഷ ശക്തമാക്കാനാണ്. ബോംബ് സ്ക്വാഡൊക്കെ അങ്ങോട്ടേക്ക് പോകാനാണ് ആദ്യത്തെ നിർദ്ദേശം വന്നത്. അപ്പോൾ ഒരു ചെറിയ നിർദ്ദേശമായിട്ട് ഞാൻ കാണുന്നില്ല അത്. ഇപ്പോ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം, നമ്മുടെ തിരുവനന്തപുരത്തെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്. പോരാത്തതിന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ടെമ്പിൾ ആണ്. ആ ക്ഷേത്രത്തിന്റെ സുരക്ഷ ATS, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് അയോധ്യ രാമക്ഷേത്രം ബോംബ് സ്ഫോടനത്തിൽ തകർക്കാൻ ഇവർ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പൊ നമ്മുടെ രാജ്യത്തെ ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ സുരക്ഷ കൂട്ടുന്നതിലൂടെ ഇനി ഇതുപോലൊരു ആക്രമണം ക്ഷേത്രങ്ങൾക്ക് നേരെ ഉണ്ടാകാനുള്ള വലിയ സാധ്യത നിലനിൽക്കുന്നു എന്നാണോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഇതിൽ എന്താണ് തോന്നുന്നത്? ഈ ഭീകരവാദികളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുറെ ആളുകളെ കൊല്ലുക എന്ന് മാത്രമല്ല, ഈ രാജ്യത്തൊരു ആഭ്യന്തര കലാപം ഉണ്ടാക്കുക എന്നതുകൂടി അവരുടെ ലക്ഷ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമ്പോൾ അത് സ്വാഭാവികമായി കലാപമായി മാറും. കാരണം ഇപ്പോൾ ഒരു ക്ഷേത്രം, അത് ഏതെങ്കിലും ഒരു ക്ഷേത്രമാണ്, X or Y ഏതെങ്കിലും ഒരു ക്ഷേത്രം നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായി ആ ക്ഷേത്രത്തിന്റെ വിശ്വാസികൾ, ഭക്തർ, സംഘടനകൾ തെരുവിലിറങ്ങും. അവരാദ്യം കൈവെക്കുന്നത് സംശയിക്കപ്പെടുന്നവരെ ആയിരിക്കും, ഇല്ലെങ്കിൽ അത് ചെയ്തു എന്ന് കരുതുന്നവരുടെ നേർക്കായിരിക്കും. അതിപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തൊരു വലിയ ആഭ്യന്തര കലാപം ഉണ്ടാകും. അതിനും കൂടെ ഒരു വഴിമരുന്നിടുകയാണ് ഇത്തരത്തിലുള്ള ആക്രമണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അല്ലാതെ ക്ഷേത്രം തകർത്തത് കൊണ്ട് ഒന്നുമില്ല. ഇവിടെ 2 ഡേറ്റുകളാണ് ഈ ഭീകരാക്രമണവുമായി പുറത്തു വരുന്നത്. ഒന്ന് December 6. നമുക്കറിയാം അയോധ്യ ദിനമാണ് December 6. ആ ദിനത്തിന്റെ അന്ന് ദില്ലിയിലെ ഗൗരി ശങ്കർ ക്ഷേത്രം, അയോധ്യ, ഉജ്ജയിനി, വാരണാസി, ഒപ്പം തന്നെ മറ്റ് ഇന്ത്യയിലുള്ള പ്രമുഖ ക്ഷേത്രങ്ങൾ, നമുക്കറിയാം കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ശബരിമല, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഒപ്പം തന്നെ ഗുരുവായൂർ, ഇതൊക്കെ 10,000-കണക്കിന് പേർ, അതായത് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒക്കെ വരുന്ന 10,000-കണക്കിന് പേർ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ATSന്റെ ഇപ്പോൾ സംരക്ഷണം കുറച്ചുകൂടി കടുപ്പിച്ചിരിക്കുന്നത്. അവിടെ നിലവിൽ അവിടെ 200ഓളം സായുധ പോലീസ് ഉണ്ട്. കേരള പോലീസിന്റെ കീഴിലാണ് ക്ഷേത്രത്തിന്റെ സുരക്ഷ പോകുന്നത്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ കേന്ദ്രസേന അവിടെ വിന്യസിക്കും. CISF-ഉം CRPF-നും അവിടെ ചുമതല കൊടുക്കും. CISF അവിടെ എന്തുകൊണ്ട് പെർമനന്റായിട്ട് നിൽക്കുന്നില്ല എന്ന് വെച്ചാൽ അവരുടെ ഡ്യൂട്ടി ഈ വിമാനത്താവളങ്ങള്, വ്യവസായ സ്ഥാപനങ്ങൾ, അതിന്റെ സുരക്ഷയാണ്. അതിനകത്ത് ഈ മതപരമായ സുരക്ഷ വരാത്തത് കൊണ്ടാണ്. പക്ഷെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരെ അവിടെ വിന്യസിച്ച ചരിത്രവും ഉണ്ട്. 2011 തൊട്ട് 2014 വരെ അവിടെ കേന്ദ്രസേന ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഈ വാർത്ത പോകുമ്പോൾ പലരും ചോദിക്കും, കേന്ദ്രത്തിന്റെ സേന ഉണ്ടായിരുന്നല്ലോ അവിടെ, വെച്ചാൽ അവര് അവിടെ വന്നിരുന്നു. അതായത് അത്യാവശ്യ ഘട്ടത്തിൽ അവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യ, കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ സേനാ വിഭാഗങ്ങൾക്ക് അത്യാവശ്യമായി വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കാരണം അവിടെ എല്ലാ വിഭാഗത്തിന്റെയും യൂണിറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സേനയുടെ ആയാലും വ്യോമസേനയുടെ ആയാലും പിന്നെ ഇപ്പൊ വിഴിഞ്ഞത്ത് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് നാവികസേനയുടെ ആയാലും ഒപ്പം CISF-ന്റെയും CRPF-ന്റെയും ഒക്കെ അത്യാവശ്യം കരുത്തുള്ള യൂണിറ്റ് തന്നെ തിരുവനന്തപുരത്ത് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ പരിസരങ്ങളിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഈ വാർത്തയോടനുബന്ധിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ വരും മണിക്കൂറിലൊക്കെ ശബരിമലയും ഗുരുവായൂരും ഉൾപ്പെടെയുള്ളിടങ്ങളിലുമൊക്കെ സുരക്ഷ ശക്തമാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം December 6 ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും January 26 ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ക്ലബ്ബ്, ഒപ്പം തന്നെ ഷോപ്പിംഗ് മാളുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ ഇടങ്ങളിൽ സ്ഫോടനം നടത്താനുമായിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരുന്നത്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ജാഗ്രതയോടെ പാലിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ അറസ്റ്റിലായ ഡോക്ടർ ഉമർ നബി എന്ന് പറയുന്ന ആ ഭീകരൻ ഉൾപ്പെടെയുള്ള ഭീകരർ മാത്രമല്ല ഇതിൽ പങ്കുള്ളത്. ഈ രാജ്യം മുഴുവൻ ഒരു നെറ്റ്വർക്കാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്ത വാർത്തയിൽ നമ്മൾ ആദ്യത്തെ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്ത തന്നെ 1550 പേർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ രാജ്യത്ത് മുഴുവൻ. 1550 പേർ. അതിൽ 55 പേര് ഈ പറയുന്ന ഫരീദാബാദിലാണ്. ഹൈദരാബാദിൽ നിന്നൊരു ഡോക്ടറെ പിടികൂടിയിട്ടുണ്ട്, തെലങ്കാന പിടികൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗുജറാത്തിൽ, UP-യിൽ ഇന്നൊരു ഡോക്ടറെ കൂടെ പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ ഡോക്ടർമാരുടെ എണ്ണം ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഡോക്ടർമാരുടെ ഒരു വലിയ നെറ്റ്വർക്ക് പ്രവർത്തിച്ചിരുന്നു. ഇതിന്റെ കണ്ണുകൾ രാജ്യം വ്യാപകമായി തന്നെ ഉണ്ട്. ഇതിന്റെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡീറ്റെയിൽസുകൾ വന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ അതിന്റെ ഒരു വലിയ ഒരു റെയ്ഡ് നടന്നു വരുന്നേ ഉള്ളൂ. 1550 പേര് അറസ്റ്റിലാകുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വാർത്തയല്ല. ഈ ഒരു ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ഇത്രയും പേര് അറസ്റ്റിലാകുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല അത്. അപ്പോൾ ഇത്രയും പേര് വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും പേരല്ല, ഇനി അറസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു ഭാഗത്തും തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെ 300 ഇടങ്ങളിൽ കാശ്മീരിൽ മാത്രം റെയ്ഡുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ രാവിലെ 13 ഇടങ്ങളിൽ കൂടെ റെയ്ഡുകൾ നടക്കുകയാണ്. അപ്പോൾ വളരെ കർശനമായിട്ടുള്ള റെയ്ഡുകളിലേക്ക് നമ്മൾ പോകുന്നു. ഇന്ന് ഒരു മൗലവി കൂടെ അറസ്റ്റിലായിട്ടുണ്ട്, ഒരു മതപണ്ഡിതനും കൂടി ഇന്നും അറസ്റ്റിലായിട്ടുണ്ട്, ഒരു ഡോക്ടർ ഇന്നും അറസ്റ്റിലായിട്ടുണ്ട്, മറ്റൊരു വനിതാ ഡോക്ടർ ഉൾപ്പെടെ 3 ഡോക്ടർമാർ കൂടി കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ നിലവിൽ ഔദ്യോഗികമായി നമുക്ക് പറയാൻ കഴിയുന്നത് 6 ഡോക്ടർമാരുടെ അറസ്റ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്, 3 ഡോക്ടർമാരുടെ കസ്റ്റഡിയിലുണ്ട്. പക്ഷെ ചില മാധ്യമങ്ങൾ അത് 10 ഡോക്ടർമാർ എന്നുള്ളൊരു കണക്ക് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 10 ഡോക്ടർമാർ ഈ കസ്റ്റഡിയിലുള്ളത് എന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അത് അറസ്റ്റിൽ ചെയ്യപ്പെടുമ്പോൾ, രേഖപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് അറസ്റ്റ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ 1550 പേര് എന്ന് പറയുമ്പോൾ അവർ നിലവിൽ കസ്റ്റഡിയിലാണ്. അതിൽ എത്ര പേർ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് നമുക്കറിയില്ല. നമുക്കറിയാം പഹൽഗാമില് ഈ ഒരു ഭീകരാറ്റാക്ക് നടന്നപ്പോൾ 2600 പരം പേരെയാണ് പഹൽഗാമിലെ ലോക്കൽ പീപ്പിൾസ്, അവിടുത്തെ ആളുകളെ കസ്റ്റഡിയിലെടുത്തത്. അതിൽ കുറെ പേരൊക്കെ അകത്തുപോയി. അപ്പോ കാശ്മീരിലാണ് വളരെ ശക്തമായി തന്നെ പിടിമുറുക്കുകയാണ്. മുൻകാലങ്ങളിലൊക്കെ അവിടെ മുൻ സർക്കാരുകൾ ചെയ്തുകൊണ്ടിരുന്ന പണി എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെന്ത് ചെയ്താലും ഈ വോട്ടിന്റെ പേരിലോ ഇല്ലെങ്കിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ആ ഭാഗങ്ങളിലൊന്നും അന്വേഷണത്തിന് പോകില്ല, ഇല്ലെങ്കിൽ ഇവരെ അവിടുന്ന് അറസ്റ്റ് ചെയ്യില്ല, ഇവരുടെ വീട് അടച്ചുപൂട്ടില്ല. ഇപ്പൊ അങ്ങനെയല്ല കർശനം. കാരണം ഇവിടെ ഈ രാജ്യത്ത് അവർ ആവശ്യമില്ലല്ലോ. കാരണം ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തിന്റെ മുഴുവൻ റേഷനും വാങ്ങി, ആനുകൂല്യം വാങ്ങി, മെഡിക്കൽ സഹായങ്ങളും വാങ്ങി, എല്ലാം വാങ്ങിയിട്ട് ഈ രാജ്യത്തിനെതിരെ തിരിയുന്നവന് ഈ മണ്ണിൽ ആവശ്യമില്ല. അവന്റെ വീട് തകർത്ത് കളയുന്നതിനകത്ത് 101% ശരി എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം, നിയമവും. അപ്പൊ അവിടെ ഒരു 6 വീട് മുമ്പ് തകർത്ത പ്രശ്നം ഉണ്ടാക്കി, അതിനൊന്നും വിട്ടുവീഴ്ച ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ വീട് പണിയുന്നതും കൂടെ അറിഞ്ഞു കഴിയുമ്പോഴേ തനുഷ എന്റെ സീരിയസ്നെസ് മനസ്സിലായി. എങ്ങനെയാണെന്ന് അറിയാമോ? കാശ്മീരിൽ ഈ ഭീകരൻ, അതായത് ഒരു ഭീകരൻ, കാശ്മീരിലുള്ള തദ്ദേശീയമായ ഒരു യുവാവ് ഭീകരനായിട്ട് പോകുമ്പോൾ അവന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് 25,000 മുതൽ 1 കോടി രൂപ വരെയാണ് ഈ ഭീകര സംഘടനകൾ കൊടുക്കുന്നത്. ഈ പണം ഉപയോഗിച്ചിട്ടാണ് അവൻ വീട് വെക്കുന്നത്. ഈ പണം ഉപയോഗിച്ച് അവൻ വീട് വെച്ച് ഈ രാജ്യത്ത് അവന്റെ കുടുംബം സുഭിക്ഷമായി ജീവിക്കുകയും ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ കൊല്ലുകയും ചെയ്യുമ്പോൾ അവൻ അങ്ങനെ ജീവിക്കേണ്ടവനാണോ? അവന്റെ വീട് എങ്ങനെ വരേണ്ടതാണോ? വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് അവർ പൈസ കൊടുക്കുന്നത്. അതായത് 1 കോടി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഡോക്ടർമാരോ ഇല്ലെങ്കിൽ അത്രത്തല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവരായിരിക്കും. അവരെ കൊണ്ട് മറ്റ് പ്രയോജനങ്ങൾ ഉണ്ടാകും. ബോംബ് പൊട്ടിക്കുക എന്നുള്ളതല്ല, വിദ്യാഭ്യാസം കുറഞ്ഞവനെ കൊണ്ട് ചാവേറാക്കുമായിരിക്കും. എനിക്കറിയില്ല അതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്ന്. പക്ഷെ 25,000 തൊട്ട് 1 കോടി രൂപ വരെയാണ് നൽകുന്നത്. ഈ പണമാണ് ഇവർ വീടിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരം വീടുകളാണ് നശിപ്പിച്ചത്. ഇത് പണ്ടേ ചെയ്യണമായിരുന്നു. ഈ വിദ്യാഭ്യാസം കുറഞ്ഞവനെ കൊണ്ട് ചാവേറാക്കുമായിരുന്നു എന്ന് എനിക്കൊരു ചോദ്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ഇന്നലെ ഞാൻ കണ്ട ഒരു കമന്റ് ഓർമ്മ വന്നു. അതായത് ഒരു വിദ്യാഭ്യാസം കൊണ്ട് തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് പല ആൾക്കാരും ഇവിടെ അവകാശപ്പെടുന്നത് കണ്ടു. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ, ഈ വിദ്യാഭ്യാസം ഒരു തീവ്രവാദിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ വിദ്യാഭ്യാസമുള്ള ഒരു തീവ്രവാദിയായി മാറും. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അതുപോലെ വിദ്യാഭ്യാസം കുറഞ്ഞവനോ വിദ്യാഭ്യാസം കൂടിയവനോ ഒന്നില്ല. വിദ്യാഭ്യാസം ഒരു ചാവേറിന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ വിദ്യാഭ്യാസമുള്ള ഒരു ചാവേറായി പോയി പൊട്ടിത്തെറിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനല്ല ധനുഷ്. ഇപ്പൊ ഒരു എഞ്ചിനീയർ വിദ്യാർത്ഥിയാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ ആ വിദ്യാർത്ഥിയെ കൊണ്ട് ഒരു ബോംബ് നിർമ്മിക്കാനും ഡിറ്റനേറ്റർ ഘടിപ്പിക്കാനും, ഇതിനകത്ത് ഈ ഭീകരവാദികളുടെ ഏറ്റവും അതിലെ തല ഏതാണെന്നറിയോ? ഏറ്റവും ബ്രെയിൻ എന്ന് പറയുന്നത് ഇതിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം. അവർ വിരലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ബോംബ് ഉണ്ടാക്കുന്ന ഐറ്റംസ് പല ആളുകളെ കൊണ്ടിരുന്നത്.
അത് ചിലപ്പോൾ സാധാരണപ്പെട്ടവർ തദ്ദേശീയരൊക്കെയാണ്. ഇത് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന വിദഗ്ധരാണ് ഇവർക്ക് ആവശ്യം. ബോംബാണ്, അതായത് ഇത്രയും പേരെ കൊലപ്പെടുത്തുന്ന ബോംബ് നിർമ്മിക്കുന്നത്, ഇതിന് ഭയങ്കരമായ ബ്രെയിൻ വേണം. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഇവർ എഞ്ചിനീയറിംഗ് പോലെയുള്ള മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവര്, ബാഗ്ദാദി എഞ്ചിനീയർ കേട്ടിട്ടില്ലേ, നമ്മുടെ ബിൻ ലാദന്റെ വലങ്കൈ ആയിരുന്നത്. ഇത് ഇങ്ങനെയുള്ള എഞ്ചിനീയേഴ്സ് എന്നാണ് ഇവരുടെ ഇടയിൽ തന്നെ ഇവർ അറിയപ്പെടുന്നത്. അത് വിദ്യാഭ്യാസ സമ്പന്നരെ തന്നെ അതിന് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ എന്താണ് ഇപ്പൊ പുതിയതായിട്ട് റൈസിൻ എന്ന് പറഞ്ഞൊരു വിഷം നിർമ്മിക്കുന്നു. ഡോക്ടർമാരല്ലാതെ വേറെ ആർക്കെങ്കിലും പറ്റുമോ ഇത് അതിവിദഗ്ധമായി ഇത് നിർമ്മിക്കാനും രോഗികൾക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാനുമായിട്ട്? അവർക്കപ്പം 1 കോടി രൂപ കൊടുത്തിട്ടല്ലേ ഡോക്ടറെ ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ശമ്പളം അങ്ങ് ആ രീതിയിലായിരിക്കുമല്ലോ. ഈ ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെങ്കിൽ ചാവേറായിട്ട് ബോംബ് കെട്ടിവെച്ചാൽ. ഈ റൈസിന്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സംഘപരിവാർ ഹാൻഡിലുകളിൽ ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ വിമർശനം എന്ന് പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നി. കാരണം ഈ കുംഭമേള നമ്മുടെ നാട്ടിൽ നടന്നല്ലോ. അപ്പൊ ഈ കുംഭമേളയൊക്കെ നടക്കുന്നത് ഇത്രയധികം ഹൈ റിസ്ക് മോഡിലാണോ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. അപ്പൊ അത് കുംഭമേള നടക്കുമ്പോഴും വേണമെങ്കിൽ ഇവർക്ക് അത് പൊട്ടിക്കാമായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു രാജ്യം ആ സമയത്ത് സഞ്ചരിച്ചിരുന്നത് എന്നുള്ളൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നത്. ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ശരിയാണോ, എനിക്കത് വ്യക്തമായൊരു മറുപടി കിട്ടുന്നില്ല. കാരണം കുംഭമേള നടന്നപ്പോൾ ഈ റൈസിൻ ബിജേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് 50 ml മതി 2.5-3 ലക്ഷത്തോളം ആൾക്കാർ ഒറ്റയടിക്ക് കൊലപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കുംഭമേളയൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണോ ഇവർ ഈ റൈസിൻ പോലുള്ള ഈ മാരകമായിട്ടുള്ള വിഷങ്ങളൊക്കെ ഇവര് ഫോം ചെയ്യുന്നത്? ധനുഷ്, ഇതിനകത്തൊരു വലിയ കാര്യമുണ്ട്. ഈ നമ്മളിപ്പോ പറയത്തില്ല, ഇവിടെ ചില ആളുകൾ പറയത്തില്ല, സുഡാപ്പി ചാനലൊക്കെ പറയത്തില്ല, സുരക്ഷാ വീഴ്ച. ഇവിടെ സുരക്ഷ 101% ശക്തമായതുകൊണ്ടാണ് ഞാനും ധനുഷും ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരും ജീവിച്ചിരിക്കുന്നത്. ധനുഷ് ചോദിച്ച ഈ ചോദ്യം വളരെ ഭയങ്കരമായ ഒരു പോയിന്റാണ്. എത്ര കോടി ജനമാണ് കുംഭമേളയ്ക്ക് വന്നത്? എന്തുകൊണ്ടാണ് അവിടെ ഒരു ഈച്ച പോലും ചലിക്കാതെ അത് നടന്നത്? ഈ രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ടാണ്. ഈ ഡൽഹിയിൽ നടന്ന സ്ഫോടന പരമ്പര തീർക്കാൻ 2650 കിലോ സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഈ രാജ്യം തന്നെ തകരും, ഇല്ലേ? അതൊക്കെ പിടിച്ചെടുക്കുവാനും അതിനെ സുരക്ഷിതമാക്കി നിർത്തുവാനും കഴിഞ്ഞു. അതിനിടയിൽ ഒന്ന് പൊട്ടി എന്നുള്ളതാണ്. ഇതിപ്പം അമേരിക്ക ലോകത്തെ ഏറ്റവും ശക്തമെന്നാണല്ലോ പറയുന്നത്. അവിടെ ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നില്ലേ? ട്രംപിനെതിരെ തന്നെ എത്ര തവണ പദശ്രമങ്ങൾ നടന്നിരിക്കുന്നു. അപ്പം ഇത്രയും ഉണ്ടായിട്ട് 140 കോടി ജനം ഇത്രയും വൈഡായിട്ട് കിട്ടുന്നു. ഈ കുത്തിത്തിരിപ്പുകാർക്കൊക്കെ യഥേഷ്ടം ഇവിടെ എന്തും ചെയ്യാനും അവർക്ക് എന്തും പറയാനുമുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഇത്രയും ഭീകരമായ ആക്രമണം നടക്കാതിരുന്നതിന്റെ കാര്യം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ്. അത് ഏറ്റവും ഇന്നലെ US സ്റ്റേറ്റ് സെക്രട്ടറി റുബിയോ എന്താണ് പറഞ്ഞത്? അവർ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയിലെ, അവർക്ക് തന്നെ അന്വേഷിക്കാൻ അറിയാം, അവർ കണ്ടെത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇത്ര വേഗത്തിൽ അവർ ഈ അന്വേഷണം ഇത്രയും വേഗത്തിൽ അവർ എത്തിച്ചല്ലോ എന്ന് അദ്ദേഹം പ്രശംസിക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടു. അപ്പം ഇത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിന്നത്. ഇല്ലെങ്കിൽ ഈ കുംഭമേളയ്ക്ക് ധനുഷ് പറഞ്ഞ വളരെ കറക്റ്റാ പോട്ടാൻ മാറി. ഈ റേസിനും കുന്തമൊന്നും വേണ്ട, ഇതുപോലൊരു സ്ഫോടനം അവിടെ സംഭവിച്ചാൽ പോരായിരുന്നു. ഇത്രയും ലക്ഷം ജനമല്ലേ അവിടെ വരുന്നത്. ഇതിനകത്ത് അപ്പൊ അത് നമ്മുടെ സുരക്ഷാക്കൾ, അന്നത്തെ നമ്മൾ സുരക്ഷയെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഈ ചാനലിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ പഴയ എപ്പിസോഡൊക്കെ കാണുന്നവർക്ക് അത് അറിയാൻ പറ്റും. ഈ എന്തിനാണ് ഈ വിഷം ഇവർ നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചാൽ സൈലന്റ് ആയിട്ട് ആൾക്കാരെ കൊല്ലാൻ കഴിയും. അതായത് ഇതെന്താണ് മരണകാരണമെന്ന് അറിയാൻ കഴിയില്ല. ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് പണ്ട് കാലത്ത് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ കത്തുകളിലും മറ്റും പറയുന്നതാണ്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ല. കത്തുകളിലും മറ്റും ഇത് ഉപയോഗിച്ച് കത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ തൂവാലകളിൽ മുക്കിയിടുക, അതുപോലെ ഈ ചായ കുടിക്കുന്ന ചായക്കപ്പില് അല്ലെങ്കിൽ ചായയില് വെള്ളത്തില് ഒക്കെ കലക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇതെന്താണ് വിഷമെന്നോ, നമുക്കറിയാം പൊളോണിയം കണക്കുള്ള വിഷങ്ങൾ ഇപ്പോഴും ഇത് പൊളോണിയം ആണെന്ന് പറയുന്നെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താൻ സാധാരണപ്പെട്ട രാജ്യങ്ങൾക്ക് കഴിയാറില്ല. അതുകൊണ്ടാണ് ഈ ബംഗ്ലാദേശിലും മറ്റുമൊക്കെ നടക്കുന്ന മരണങ്ങൾക്ക് പിന്നിൽ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയാതെ വരുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു തീവ്രമായ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കേരളത്തിലടക്കം ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വലിയ സംഭവം നടക്കാൻ ഈ രാജ്യത്ത് പോകുന്നു. ഇപ്പോൾ നടന്നത് ഒരു ടെസ്റ്റ് ഡോസ് ഭീകർക്ക് പറ്റിയ ഒരു അബദ്ധം, അവരുടെ ടൈമിങ്ങിന് മുമ്പ് അത് പൊട്ടി എന്നത് മാത്രമാണ്. കാരണം അവർ പ്ലാൻ ചെയ്തെടുത്ത് നിന്ന് ഒരല്പം അവർക്ക് നീങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷെ അത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതിന്റെ അന്വേഷണങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ട്. ഇത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ, അപ്പോൾ ഇവരെ പിടിച്ചപ്പോഴാണ് ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ദില്ലിയിലുള്ള ഗൗരി ലങ്കേശ്വർ ക്ഷേത്രം അടക്കം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള, കാരണം ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ എത്ര പേരാ അവിടെ വരുന്നത്, എത്ര ലക്ഷക്കണക്കിന് പേരാ വരുന്നത്. അവിടുത്തെ സുരക്ഷാ സംവിധാനമൊക്കെ മലയാളിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നല്ലേ ഉള്ളൂ. എന്ത് സുരക്ഷയായിട്ടാണ് അവിടെ പോകുന്നത്. അതൊക്കെ അയ്യപ്പന്റെ ഒരു നേരുകൊണ്ട് പത്മനാഭന്റെ ഒരു നേരുകൊണ്ടും ഒക്കെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയൊക്കെ സുരക്ഷ ശക്തമാക്കേണ്ട കടമയുണ്ട്. അത് പോലീസിന്റെ മാത്രം ഒരു കടമയല്ല, ജനങ്ങളുടെ കൂടി ഒരു കടമയാണത്. കാരണം നമുക്ക് സംശയാസ്പദമായി എന്ത് തോന്നിക്കഴിഞ്ഞാലും അത് അറിയിക്കേണ്ട ഒരു കടമയുണ്ട്. അത് അറിയിക്കുന്നത് അതിന്റെ ഗൗരവത്തിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് ഏറ്റെടുക്കുകയും വേണം. കാരണം
നിസ്സാരമായി കണ്ട ഒരു പോസ്റ്ററിൽ നിന്നാണ് ഇത്രയും ഒരു ശൃംഖല ഈ രാജ്യത്ത് പൊക്കിയതെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിസ്സാരമായി തോന്നുന്ന ഒരു കമന്റോ നിസ്സാരമായി തോന്നുന്ന ഒരു കാര്യങ്ങളോ ഒക്കെ ജനം അറിയിക്കുമ്പോൾ അതിനൊരു ഗൗരവം നൽകേണ്ടതായിട്ടും കൂടിയുണ്ട്. അത് തള്ളിക്കളയുക എന്നുള്ളതല്ല. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് കൂടുതൽ സേനയിൽ കേന്ദ്ര സേനയെ തന്നെ ഇതുപോലുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ വിന്യസിക്കാൻ കൂടി കേന്ദ്രം തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കമാൻഡോകൾ ഉൾപ്പെടെയുള്ളത് കേരളത്തിലെ അടക്കമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ വിന്യസിക്കാൻ കൂടി അവർ തയ്യാറാണ്. കാരണം അടിയന്തര ഘട്ടങ്ങളിൽ കേന്ദ്രസേനയെ വിന്യസിക്കാനുള്ള വകുപ്പ് ഇതിൽ ഉള്ളതുകൂടെ കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് അവർ നീങ്ങുന്നത്.